നമ്മുടെ ബിഗ് ബോസ് കണ്ടസ്റ്റൻറ്റ് സിജോ കോട്ടതി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കളിയാക്കിയാലും എനിക്ക് പേഴ്സണലി ആദ്യമൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു പുള്ളിയെ. പുള്ളിക്ക് ഒരു അടി കിട്ടി റോക്കിയുടെ കയ്യിൽ നിന്ന്. എന്നിട്ട് പുള്ളി കുറേ കഷ്ടപ്പെട്ടു. പുള്ളി അതിനെ ഭാഗ്യക്കേട് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ എനിക്കിപ്പോൾ തോന്നുന്നത് അതൊരു ഭാഗ്യമാണെന്നാണ്. എന്താണെന്ന് വെച്ചാൽ അത് കാരണമാണെന്ന് തോന്നുന്നു പുള്ളി അവസാനത്തെ ആഴ്ചകൾ വരെ നിൽക്കാനുള്ള കാരണം. പുള്ളി അല്ലെങ്കിൽ നേരത്തെ ഔട്ടായേനെ പുള്ളിയുടെ ഈ കയ്യിലിരിപ്പായിരുന്നെങ്കിൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. പുള്ളി ഇപ്പോൾ പുറത്ത് വന്നിട്ട് ബിഗ് ബോസൊക്കെ കഴിഞ്ഞു. പുള്ളി പറയുന്നതെന്ന് പറഞ്ഞാൽ ജിൻഡോ ജയിച്ചത് PR വർക്ക് കാരണമാണ് എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. പുള്ളി പക്ഷേ ആൾക്കാർ എടുത്തു ചോദിക്കുന്നുണ്ട്, അപ്പോൾ ജിൻഡോ PR കാരണമാണോ ജയിച്ചതെന്ന്. അല്ലല്ല, ഒരാളെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് ഒരു കുറേ ആൾക്കാർ എന്നാണ് പുള്ളി പറയുന്നത്. കുറേ ആൾക്കാർ എന്ന് പറയുന്നത് ശരിയായിരിക്കും, പക്ഷേ വിജയിച്ച ആളിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഒരു രണ്ട് നല്ല വാക്ക് പറയാമെന്നുള്ളത് ഒരു മര്യാദയാണ്. ഇപ്പോഴും മനസ്സിലായിട്ടില്ല ആൾക്കാർ ശരിക്കും വോട്ട് ചെയ്തിട്ടാണ് ജിൻഡോ വിജയിച്ചതെന്നുള്ളത്. മനസ്സിലായോ അതോ ഇനി മനസ്സിലാവാത്ത പോലെ അഭിനയിക്കുകയാണോ എന്നറിയില്ല. എന്താണെങ്കിലും വളരെ കഷ്ടമാണ്, വളരെ ഒരു ദയനീയമായ ഒരു സംഭവമാണ്. നോറയൊക്കെ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം, കാരണം നോറയ്ക്ക് വിവരമില്ല എന്നുള്ള ഒരു രീതിയിൽ നമ്മളൊക്കെ പറയാറുണ്ട്, സംസാരിക്കാറുണ്ട്. പക്ഷേ ഈ സിജോ സായി കൃഷ്ണ അതേപോലെ പറയുന്നതെന്ന് പറഞ്ഞാൽ പുള്ളി PR കുറിച്ച് പറഞ്ഞില്ല, വലുതായിട്ട് പറഞ്ഞില്ല. സിജോ പറഞ്ഞ അത്രയും പറഞ്ഞില്ല. എന്നാലും പുള്ളി എനിക്ക് സാഡായിട്ട് ഫീൽ ചെയ്യുന്നു. അർജുനാണ് എൻ്റെ ഫേവറേറ്റ്. ഇപ്പോൾ അഭിഷേകിനെ കുറിച്ച് പറഞ്ഞതും ഋഷിയെക്കുറിച്ച് പറഞ്ഞതൊക്കെ ഓക്കെയാണ്. പക്ഷേ അർജുൻ വിജയിക്കണമെന്ന് പറഞ്ഞത് അർജുൻ എന്ത് ചെയ്തിട്ടാണ്? അർജുൻ എനിക്ക് തോന്നുന്നത് മറ്റേ ശ്രീധുവിനെ കസേരയിൽ നിന്ന് തള്ളി താഴെ ഇട്ടു, പിന്നെ നന്ദനേനെ ചവിട്ടി. ഇത് രണ്ടാണ് അർജുൻ ചെയ്തത് അവിടെ. വലിയ കാര്യമെന്ന് പറഞ്ഞാൽ പിന്നെ ടാസ്കിലൊക്കെ ഉണ്ടായിരുന്നു. ടാസ്കിൽ പിന്നെ എല്ലാവരും ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. അങ്ങനെ നോക്കുമ്പോൾ അഭിഷേക് അടിപൊളിയായിട്ടല്ലേ ടാസ്ക് ചെയ്തത്. അപ്പോൾ അങ്ങനെയല്ല ഇതിൻ്റെ വിധി എന്ന് പറയുന്നത്, അങ്ങനെയല്ല എന്നുള്ളത് അംഗീകരിച്ചു കൊടുക്കാനുള്ള മനസ്സില്ല. അതാണിപ്പോൾ ഇവർക്ക് പറ്റിയിരിക്കുന്ന പറ്റെന്ന് പറഞ്ഞാൽ. ഗബ്രിയൊന്നും ഇങ്ങനത്തെ മണ്ടത്തരങ്ങൾ പറഞ്ഞ് പെടുന്നില്ല. പക്ഷേ ഈ 2-3 ആൾക്കാർ, സിജോ, സായി, പിന്നെ നോറ, ഇവർ 3 പേരും പറഞ്ഞു കഴിഞ്ഞു PR വർക്ക്. പിന്നെ സായി ഞാൻ പറഞ്ഞ പോലെ സായിക്ക് അത് അംഗീകരിക്കാൻ പറ്റുന്നില്ല. സായി കാരണം എന്താണെന്ന് വെച്ചാൽ ഒരാഴ്ച മുമ്പ് പോലും സായി പറഞ്ഞാണ് വോട്ടായിട്ട് മാറണമെന്നില്ല, സപ്പോർട്ടൊക്കെ വോട്ടായിട്ട് മാറണമെന്നില്ല എന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ ജിൻഡോ വിജയിച്ചെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് അത് അങ്ങോട്ട് ദഹിക്കുന്നില്ല. അതെന്താണെന്നാണ് മനസ്സിലാവാത്തത്. ജിൻഡോയെ ഗബ്രി മണ്ട എന്ന് വിളിക്കുന്ന ഒരു സീൻ ഞാൻ ഇവിടെ വെക്കാം, അതിൻ്റെ ചില ക്ലിപ്സായിട്ട്. പാട്ട് പാടാനറിയാതെ കൂട്ടുകൂടാനറിയാതെ നിന്റെ അപ്പൻ ഇങ്ങനെ മണ്ട എന്ന് വിളിച്ച് ചില ആഴ്ചകളിലാണ് ജിൻഡോയുടെ വോട്ട് കയറിയത്. ഞാൻ പോലും പേഴ്സണലി വോട്ട് ചെയ്തത് ജിൻഡോയ്ക്ക് വേണ്ടിയിട്ടാണ്. അവസാനത്തെ ആഴ്ച വരെ ഞാൻ വോട്ട് ചെയ്തത് ജിൻഡോയ്ക്ക് വേണ്ടിയിട്ടാണ്. ജിൻഡോ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ അഭിഷേകിന് വോട്ട് ചെയ്തേനും. കാരണം പുള്ളിയുടെ മേളിൽ നമുക്ക് ആ ഒരു ഫീലിംഗ് വന്നു. കേരള ജനതയെക്കുറിച്ച്, ഇന്ത്യൻ മെൻറ്റാലിറ്റി എന്ന് പറയുന്നതിനെക്കുറിച്ച് ഇവർ മനസ്സിലാക്കിയിട്ടില്ല. ഈ ഗബ്രി ആയാലും സായി കൃഷ്ണ ആയാലും സിജോ ആയാലും അവരും ഇന്ത്യൻസാണ്. പക്ഷേ ഇന്ത്യൻ മെൻറ്റാലിറ്റി, അതായത് സാധാരണ ആൾക്കാർ എങ്ങനെ ചിന്തിക്കും. ചിലപ്പം ഇംഗ്ലണ്ടിലോ അമേരിക്കയിലോ ഒക്കെ ഇവർ പറയുന്നത് ശരിയായിരിക്കും, ജിൻഡോ വിജയിക്കാനുള്ള സാധ്യതയില്ല. പക്ഷേ ഇവിടെ നമ്മൾ ഒരാളിനെ ഇഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞാൽ ഒരാൾ അടിച്ച് ഒരാളിനെ താഴെ ഇടുമ്പോൾ ആ ആളിനോട് നമുക്ക് ഇഷ്ടം തോന്നുകയാണ്. നമ്മുടെ സിനിമകളിൽ എടുത്ത് നോക്കിയാൽ തന്നെ കാണാം. നമുക്ക് പണ്ടത്തെ സിനിമകളിലൊക്കെ ഹീറോ ആദ്യം കുറേ ഇടി മേടിക്കും, അത് കഴിഞ്ഞാണ് പുള്ളി ഇടിക്കുക. അപ്പോഴാണ് നമുക്കത് ഇഷ്ടപ്പെടുക. അങ്ങനെ ഒരു ചിന്താഗതിയിൽ വളർന്നു വന്നവരാണ് നമ്മൾ. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഏതോ ഒരു സിനിമയിൽ ഒരു ഡയലോഗുണ്ട്, അമേരിക്കയെ പഠിച്ചിട്ട് ജപ്പാനിലെ വായനക്കാരെ കണ്ടിട്ട്, ജപ്പാനിലെ ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡ് കണ്ടിട്ട്, അല്ലെങ്കിൽ തുർക്കിയിലെ ആൾക്കാരെ കണ്ടിട്ട് നീ വന്ന് കേരളത്തിൽ ബിസിനസ് ചെയ്യാൻ നിൽക്കരുത്. കേരളത്തിലെ ജനതയുടെ പൾസ് മനസ്സിലാവണം, എന്നാലേ നിനക്ക് കേരളത്തിൽ പിടിച്ചിരിക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ളത്. അതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഇത് കാണുമ്പോൾ ഭയങ്കര ഒരു ചീപ്പായിട്ടുള്ള ഒരു രീതിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഈ സിജോയെ എനിക്ക് പേഴ്സണലായിട്ട് ഇഷ്ടമായിരുന്നു, ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമായിരുന്നു. പക്ഷേ പുള്ളിയുടെ ആ സമ്പർക്കം, കൂടെ ഉള്ള ആൾക്കാർ കാരണമാണ് പുള്ളി ഇങ്ങനെ ആയിപ്പോയെന്നാണ് എൻ്റെ ഒരു തോന്നൽ. അല്ലെങ്കിൽ ചിലപ്പം പുള്ളിയുടെ നാച്ചുറലി ആറ്റിറ്റ്യൂഡ് അങ്ങനെ ആയിരുന്നാണ്. പക്ഷേ കുറേ നാൾ ഈ അവസാനത്തെ ആഴ്ച വരെ അത് പിടിച്ച് നിർത്താൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. അവസാനത്തെ ആഴ്ച വരെ അത് പിടിച്ച് നിർത്തി, അത് കഴിഞ്ഞപ്പോൾ ശരിക്കുള്ള ആറ്റിറ്റ്യൂഡ് പുറത്തു വന്നു എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നതാണ്. കാരണം അവരുടെ വർത്തമാനം കേൾക്കുമ്പോൾ ശരിക്കും ദേഷ്യം വരുന്നുണ്ട്. ജിൻഡോ ചേട്ടൻ വിന്നറായി, എന്ത് തോന്നുന്നു മൊത്തത്തില്? നോറയ്ക്ക് PR ഉണ്ടായിരുന്നു. ഒരു ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിച്ച ഒരാളായിരുന്നു ഞങ്ങള്. അപ്പൊ അങ്ങനെ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്താണോ അങ്ങനെ ആയിപ്പോയതാണോ? സ്ട്രാറ്റജി യൂസ് ഫൈനലിൽ എങ്ങനെ വിലയിരുത്താം? ഫൈനലിന് അതിപ്പോ നമുക്കിപ്പോ പുറത്തേ നോക്കുമ്പം PR അത് ഇതൊക്കെ പറയുകയാണെങ്കിലും ആ
100 ദിവസം അവരവിടെ നിൽക്കുന്നു പറഞ്ഞത് അത് നമ്മള് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. മൊത്തത്തില് PR വർക്ക് നന്നായി നടന്നു തോന്നുന്നു. എനിക്ക് എങ്ങനെ എക്സൈറ്റ്മെന്റ് ഉണ്ടാവും? അങ്ങനെ എനിക്ക് എക്സൈറ്റ്മെന്റ് ഒന്നും പ്രതീക്ഷിച്ചായിരുന്നു കപ്പ് എടുക്കും എന്നുള്ളതാ. ഞാൻ ഇവിടുന്ന് ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് നമ്മള് പുറത്തോട്ട് ഇറങ്ങിയല്ലോ, ഞാൻ പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ പുള്ളി കപ്പ് കിട്ടും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അവിടെ ഏറ്റവും കൂടുതൽ 5 പേരുടെ കൂട്ടത്തിൽ ഞാൻ പുറത്തിറങ്ങി കഴിയുമ്പോഴത്തേക്കും പിന്നെ എനിക്ക് വേറെ ആളുടെ കാര്യമല്ലേ പറയാൻ പറ്റുള്ളൂ, പിന്നെ എന്റെ എനിക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ആ കൂട്ടത്തിൽ ഞാൻ തിരിച്ചു കയറിയിട്ടും ഞാൻ ഏറ്റവും കൂടുതൽ നിന്നിരുന്ന അർജുൻ്റെ കൂടെയായിരുന്നു. കാരണം ഞങ്ങൾ തമ്മിൽ അത്ര സൗഹൃദവും ഞാൻ ഒരു ബ്രദർ ഫീൽ ഉള്ളതുകൊണ്ടാണ് ഞാൻ അർജുൻ്റെ കൂടെ നിന്നിരുന്നത്. പിന്നെ കപ്പ് ഒരാക്കല്ലേ കിട്ടുള്ളൂ. അപ്പോൾ പിന്നെ നമ്മളതിനകത്ത് എനിക്ക് എക്സൈറ്റ്മെന്റ് ഒന്നും ഉണ്ടായിരുന്നില്ല, ഞാൻ തന്നെയാണ് എക്സൈറ്റഡ് ആവുന്നത്. കാരണം ഞാനിവിടെ കയറുമ്പോഴത്തേക്കും എന്നിൽ ഒരുപാട് പ്രതീക്ഷ ഉണ്ട്. ഞാൻ ലാലേട്ടനിക്ക് പറഞ്ഞു ഒരുപാട് നിർഭാഗ്യം എന്നെ വേട്ടയാടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യത്തിനകത്ത് നമ്മൾ പിന്നെ എക്സൈറ്റ്മെന്റ്, കാരണം ഇത്തവണ ഞാൻ ഒരുപാട് PR കുറിച്ച് വ്യക്തമായിട്ട് ഞാൻ അറിഞ്ഞിട്ടുള്ളതുകൊണ്ട് ശക്തമായിട്ട് PR കൊടുത്ത് അല്ലെങ്കിൽ PR ബേസിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടാണ് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് അങ്ങനെ. അപ്പോൾ എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് അതുകൊണ്ട് തന്നെയാണ്. തമിഴിൽ ഒരു കോമഡി പറയും, ഏയ് എനക്ക് വന്നാ തക്കാളി ചട്നി ഉനക്ക് വന്നാ രത്തമാ എന്നും പറഞ്ഞുകൊണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോൾ എനിക്ക് വന്നു കഴിഞ്ഞാൽ അത് തക്കാളി ചട്നിയാണ്, അപ്പം നിനക്ക് കെച്ചപ്പാണ്, നിൻ്റെ ദേഹത്തിൽ വന്നു കഴിഞ്ഞാൽ അത് ചോരയാണ്. അതാണ് എനിക്ക് ആൾക്കാരുടെ വർത്തമാനം കേൾക്കുമ്പോൾ പറയാൻ തോന്നുന്നത്. എന്ത് വക വർത്തമാനമാണ് ഇത്? നിങ്ങൾ 70 ദിവസം 80 ദിവസമൊക്കെ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ അർജുൻ സെക്കൻഡ് വരുമ്പോൾ അതവൻ ഡിസേർവിങ് ആണ്, നിങ്ങൾ ഡിസേർവിങ് ആണ്. ജിൻഡോ ജയിക്കുമ്പോൾ അത് PR വർക്കാണ്. അപ്പോൾ പ്രേക്ഷകർക്ക് പുല്ല് വിലയല്ലേ ഈ കൊടുക്കുന്നത്? ഈ ആൾക്കാരുടെ വർത്തമാനം കേൾക്കുമ്പോൾ ശരിക്കും ഇവരുടെ ശരിക്കുള്ള ഇൻസൈഡ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഈ വക അതായത് ആലോചിക്കാതെ വന്നിട്ട് മറ്റേ ഷോ കഴിഞ്ഞു പാർട്ടിയൊക്കെ കഴിഞ്ഞിട്ട് കള്ളൊക്കെ കുടിച്ച് ഹാങ്ങോവറിലൊക്കെ വന്നിട്ട് പിറ്റേ ദിവസം വർത്തമാനം പറഞ്ഞാണ് ഇതൊക്കെ. അല്ലാതെ എന്ത് പറയാനാ? സായികൃഷ്ണനെ കഴിക്കത്തില്ല, എന്താ പറ്റിയെന്നറിയില്ല പുള്ളിയുടെ കാര്യം.